വിചിത്രമായ വാദങ്ങളുമായി കൊണ്ടാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രശ്നം എത്രത്തോളം നമ്മളെ കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. ഒരു വെള്ളത്തിൽ ഒരാൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നതാണ് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം. പക്ഷെ വെള്ളത്തിൽ മുങ്ങുന്ന ആൾ പോലും ഞാൻ വെള്ളത്തിലല്ല ഉള്ളത് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? ഇതേപോലെ ഈ ലിബറലിസത്തിൻ്റെ, മതനിരാസത്തിൻ്റെ ഈ ചുഴികളിൽ പെട്ടുകൊണ്ട് മനുഷ്യന്മാർ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, കാഴ്ചപ്പാടുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ധാരണ ഇല്ല. സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഒരു മാനസിക രോഗമുള്ള ഒരു സ്ഥാപനം, അതിൻ്റെ അവിടെ അങ്ങനെയുള്ള രോഗികളുള്ള ഒരു സ്ഥാപനം, അവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ അതിലാർക്കൊക്കെ അസുഖം മാറിയിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി ചെറിയൊരു ടെസ്റ്റ് നടത്തിയത്രേ. അവരോട് 2-3 ആളെ വിളിച്ചിട്ട് ഒരു ചെയറിട്ട് കൊടുത്തു. എന്നിട്ട് ഓരോരുത്തരെ ആ ചെയറിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇത് സൈക്കിളാണ്, ചവിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ രോഗം മാറിയ ആളാണെങ്കിൽ ചവിട്ടൂലല്ലോ, അത് ചെയറാന്ന് പറയും. അല്ലാത്ത ആളെന്ത് ചെയ്യും? ചവിട്ടും. അപ്പോൾ ഒന്നാമത്തെ ആളിരുന്നിട്ട് സൈക്കിളിലിരുന്ന് ചവിട്ടുന്ന പോലെ തന്നെ ഉഷാറായിട്ട് ചവിട്ടണം. അപ്പോൾ അയാൾക്ക് രോഗം മാറിയിട്ടില്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ ആളിരുത്തി അയാളോട് തന്നെ പറഞ്ഞ് അയാളും തന്നെ ബെല്ലൊക്കെ അടിച്ച് ഒരു സൈക്കിൾ തിരിക്കണ പോലെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അയാളെയും എഴുന്നേൽപ്പിച്ചു. മൂന്നാമത്തെ ആളിരുത്തി അയാൾ സാധാരണ ഒരാൾ ചെയറിലിരിക്കുന്നത് പോലെ വളരെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഡോക്ടർക്ക് സമാധാനമായി, ഞാൻ ചികിത്സിച്ചിട്ട് ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ ഇയാളോട് ചോദിച്ചു, നിങ്ങളെന്താ ചവിട്ടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, ഞാനിപ്പോൾ ഇറക്കത്തിലാണെന്ന്. അപ്പോൾ അയാൾക്കാണ് ഊക്കം ഭ്രാന്ത്. ഇതേപോലെ നമ്മൾ ഈ ലിബറലിസവും മതനിരാസവും ഇതൊക്കെ പഠിക്കും, മനസ്സിലാക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു വേള പ്രസംഗിക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്. പക്ഷെ അവരെയൊക്കെ കുടുംബത്തിലേക്ക് വന്ന് നോക്കിയാൽ, വീട്ടിലേക്ക് വന്ന് നോക്കിയാൽ അവരൊക്കെ ഇറക്കത്തിലാണ്. സംഗതിക്ക് യാതൊരു മാറ്റവും അവനവൻ്റെ കുടുംബത്തിലും അവനവൻ്റെ മക്കളിലും അവനവൻ്റെ ഭാര്യമാരിലും എന്തിനേറെ സ്വന്തത്തിൽ തന്നെ ഇടപെടാൻ കഴിയാത്ത വിധം ഈ ഒരു ലിബറൽ സംസ്കാരം നമ്മെ മൂടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെ ഞാൻ പലരും ഇറക്കത്തിലാണെന്ന് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഇസ്ലാമിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പല വിഷയത്തിലും ആളുകൾ മറന്നുപോയിരിക്കുന്നുവെന്നാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ നമുക്കറിയാം, രക്ഷിതാക്കൾ പറയുന്നൊരു വിഷയമാണ്, ഇന്ന് നാട്ടിൽ ഉരുണ്ടുകൂടി വരുന്ന ചില പൊതുബോധങ്ങളുണ്ട്. ആ പൊതുബോധങ്ങളെ കുടുംബങ്ങൾ കൂടി, രക്ഷിതാക്കൾ കൂടി അംഗീകരിച്ചു കൊടുക്കുന്നൊരവസ്ഥ. ഇന്ന് പൊതുവേ പറയുന്നൊരു കാര്യമാണെന്ത്, മകൾക്ക് 18 വയസ്സായി, മകന് 18 വയസ്സായി, അവന് പ്രായപൂർത്തിയായി, ഇനി അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളും. അല്ലെങ്കിൽ മക്കളിപ്പോൾ അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് പ്രായപൂർത്തിയായി, അതുകൊണ്ട് എൻ്റെ വിവാഹം, എൻ്റെ പഠനം, എൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്ന് മക്കൾ പറയാൻ തുടങ്ങിയപ്പോൾ അത് തിരുത്തേണ്ടവരാണ് രക്ഷിതാക്കൾ. പക്ഷെ രക്ഷിതാക്കൾ പറയുന്നത് എന്താ, ശരിയാണ്, അവന് 18 വയസ്സായി, അവൾക്ക് 18 വയസ്സായി, ഇനി നമുക്ക് അവരെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ലല്ലോ, അവരായി, അവരുടെ പാടായി എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് ബുദ്ധിയും വിവേകവും ഉണ്ട് എന്ന് പറയുന്ന, ഇതിൻ്റെ അപകടം തിരിച്ചറിയുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും ഈ നരേറ്റീവിൻ്റെ കൂടെ നിന്ന് കൊടുക്കുന്ന ഒരു നിസ്സഹായാവസ്ഥയാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ യഥാർത്ഥത്തിൽ ഇവിടെ വിഷയം? ഇത് വെറുതെ സംഭവിക്കണമല്ലോ. ഇവിടെയാണ് മൈ ബോഡി മൈ റൈറ്റ്, മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് എന്ന ഒരു ആശയം ഈ മക്കളിലേക്ക് ആഴ്ന്നിറങ്ങിയതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താ? നമ്മൾ മറന്നു പോവുകയാണ് പലപ്പോഴും. ഇസ്ലാമിൽ അങ്ങനെ ഒന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് വോട്ടവകാശത്തിന് 18 വയസ്സാകണം എന്നുള്ളതൊരു ശരിയാണ്. ഒരു ഡീലിൽ ഒപ്പുവെക്കണമെങ്കിൽ 18 വയസ്സാകണമെന്നതൊരു നിയമമാണ്. എന്നാൽ ഇസ്ലാമിൽ എങ്ങനെയാണ്? 18 വയസ്സായ പിന്നെ വാപ്പ പറയണത് കേൾക്കണ്ട, ഉമ്മ പറയണത് കേൾക്കണ്ട, പിന്നെ എനിക്കിൻ്റെ ചിന്ത അനുസരിച്ച് പോകാം, അങ്ങനെ ഇസ്ലാമിലുണ്ടോ? പക്ഷെ ഉണ്ട് എന്നുള്ള നിലക്കാണ് നമ്മളെയൊക്കെ ധാരണ എന്ന് മാറിക്കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്, കുടുംബത്തിൽ മാറേണ്ട ഒന്നാമത്തെ കാഴ്ചപ്പാട് ഇതാണ്. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ
അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഒരു മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ അല്ലാഹുവും റസൂലും ഒരു കാര്യം വിധി പറഞ്ഞു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറ, അവർക്ക് പിന്നെ ഒരു ഖിയറത്ത് ഉണ്ടാകാൻ പാടില്ല, അവർക്ക് മറ്റൊരു ചോയ്സ് ഉണ്ടാകാൻ പാടില്ല, അവർക്ക് മറ്റൊരു അഭിപ്രായം പിന്നെ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ലഹുമുൽ ഖിയറത മിൻ അംരിഹിം. അങ്ങനെ വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ആര് ധിക്കരിക്കുന്നുവോ ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവർ വ്യക്തമായ വഴികേടിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ കൂടിയ ഈ ഫാമിലി കോൺഫറൻസിൽ തടിച്ചുകൂടിയ ഈ മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ കാതുകൂർപ്പിച്ചിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ നരേറ്റീവ് നമ്മൾ പൊളിക്കണം. അവന് 18 ഇവൾക്ക് 18, ഇനി അവൾ അവരെ കാര്യം നോക്കട്ടെ എന്നല്ല. മുസ്ലിമാണോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായ ഒരാളാണ് എങ്കിൽ അവന്റെ ജീവിതാവസാനം വരെ അല്ലാഹു റസൂലും ഓരോ വിഷയത്തിലും ഏത് അതിർവരമ്പുകളാണോ വെച്ചിരിക്കുന്നത് ആ അതിരുകൾക്കപ്പുറത്തേക്ക് കടക്കാൻ ഏതൊരു പ്രായക്കാരനും അവകാശമില്ല എന്ന ആ കാഴ്ചപ്പാട് നാം നമ്മുടെ കുടുംബങ്ങളിൽ അടിയുറപ്പിച്ചുണ്ടാക്കേണ്ടതുണ്ട്. ഇതാണ് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാഴ്ചപ്പാട് പോയിട്ട് സമൂഹത്തിൻ്റെ ഒപ്പം പോയത് കൊണ്ട് ഇന്ന് എവിടെ എത്തിയിട്ടുണ്ട് ഓരോരുത്തരും. സ്ത്രീക്ക് പുരുഷവേഷം ഇന്ന് ഒരു നിരാക്ഷേപമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളെ പല പെൺകുട്ടികളുടെയും ഡ്രസ്സ് എന്താ, ഒരു കോമൺ ഡ്രസ്സായി മാറിയത് എന്താ? ജീൻസ് ഇടുക, ഇറക്കല്ലാത്ത ഒരു ഷർട്ട്, പിന്നെ ഈ തോളിൽ ഇങ്ങനെ കഴുത്തിൽ ചുറ്റിയിട്ടുള്ള ഒരു മഫ്തയും. ഇതിനാണ് ഇപ്പോൾ ഇന്ന് മുസ്ലിം കുട്ടികളുടെ ഹിജാബ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതാണോ ഹിജാബ്? എന്താണോ മറക്കണമെന്ന് പറഞ്ഞത് അതെല്ലാം വളരെ ആകർഷകമായി പുറത്ത് കാണിച്ചുകൊണ്ട് എന്നാൽ ഹിജാബ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കുട്ടികൾ ഡ്രസ്സ് ധരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ അള്ളാന്റെ റസൂല് പറഞ്ഞത്? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുലു യൽബസുൽ മർഅതി വൽ മർഅതു തൽബസു ലിബസത്തർ റജുൽ. ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നുവെന്നാണ്. സഹോദരിമാർ ശ്രദ്ധിക്കുക, ഡ്രസ്സ് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ടെക്സ്റ്റൈൽസിൽ കാണുന്ന ആ ഫാഷനോടൊപ്പം യാത്ര ചെയ്യേണ്ടവരല്ല നമ്മൾ നമുക്ക് പറ്റുന്ന ഡ്രസ്സാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇതൊക്കെ ഇന്ന് മാറി ഈ രീതിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാഴ്ചപ്പാട് അത്രമേൽ നമ്മൾ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം ഇന്ന് വൻതോതിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ജാഹിലിയ കാലത്തെ സ്ത്രീകളെപ്പോലെ നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ നടക്കാൻ പാടില്ല എന്നതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളാണ്. പക്ഷേ ആ പ്രമാണങ്ങളൊക്കെ പലപ്പോഴും മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പലരും ഇറക്കത്തിലാണ്, ഭ്രാന്ത് പലർക്കും മാറിയിട്ടില്ല എന്ന് സൂചിപ്പിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാറേണ്ട ഒരു കാഴ്ചപ്പാട്, അവന് സമയമായി, അവന് പ്രായപൂർത്തിയായി, ഇനി അവനൊന്നും നിയമം ബാധകമല്ല എന്ന ഈ പൊതു നരേറ്റീവ് ഒരിക്കലും തന്നെ നമുക്ക് ഇസ്ലാമികനും മുസ്ലിമീങ്ങൾക്കും യോജിച്ചതല്ല. ഇത് നമ്മൾ തിരുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കുടുംബങ്ങളിലൊക്കെ ഒരു ഫാഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉപദേശങ്ങളെ പരിഹസിക്കുക എന്നത്. ഉപദേശങ്ങളെ പരിഹസിക്കുക എന്നത്, അതിനൊരു പ്രത്യേക പേര് തന്നെ ഇന്ന് നമ്മുടെ പുതിയ തലമുറയിലുണ്ട്. അതായത് വാപ്പ മകനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപദേശം, എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാൽ തന്നെ തന്ത വിളിക്കുന്നുണ്ട്, തന്ത വൈബാണ്. പിന്നെ പറയുന്നതൊക്കെ ഇങ്ങനെ, കഴിഞ്ഞോ ഉപദേശം, കഴിഞ്ഞോ, ഞാൻ പോട്ടെ, നിങ്ങൾ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു വളരെ കളിയാക്കിക്കൊണ്ടൊരവസ്ഥ. ഇതുപോലുള്ളൊരു പ്രസംഗം അത് ആദ്യ അവസാനം കേൾക്കാൻ ഇന്നത്തെ പുതിയ തലമുറക്ക് മനസ്സ് വരുന്നില്ല. അത് ചുരുങ്ങി വന്ന് ഇപ്പം റീൽസിൻ്റെ സമയം തന്നെ അത് 30 സെക്കൻഡിൽ നിന്ന് 15 സെക്കൻഡായി, 10 സെക്കൻഡായി. പിന്നെ 2 സെക്കൻഡ് കൊണ്ടൊരു കാര്യം പറയാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉപദേശം എന്ന് പറയുന്നത് കേൾക്കാനേ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് അതിന് പേരിട്ടിരിക്കുകയാണ് എന്ത്? അമ്മാവൻ സിൻഡ്രോം. ആരെങ്കിലും ഒരു 40 വയസ്സിന് ശേഷമുള്ള ആളാണെങ്കിൽ അയാളൊരു അമ്മാവനാണല്ലേ, അയാൾ നിങ്ങൾ ഉപദേശിക്കുന്ന ആളാണല്ലേ എന്ന് പറഞ്ഞ് അതിനെയൊക്കെ കളിയാക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മക്കളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടും നമ്മുടെ കുടുംബവും എത്രമാത്രം അകലത്തിലാണുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, ആ വിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകൾ ഓതി കേൾപ്പിച്ചാൽ എന്തായിരിക്കും വിശ്വാസികളുടെ നിലപാടെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നിശ്ചയമായും വിശ്വാസികൾ എന്ന് പറയുന്നവരാരാണ്? ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ വിറകൊള്ളാൻ തുടങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അവർക്ക് മുകളിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചാലോ, സാദതുഹും ഈമാനാ, അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരായിരിക്കുമെന്നാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്നത് എങ്ങനെ? ആയത്തോതിയാൽ ഹംദും സലാത്തും ചൊല്ലി, വയലുറയാലേ അത് ഉമ്മ കേട്ടോട്ടെ, വാപ്പ കേട്ടോട്ടെ, അത് എനിക്കുള്ളതല്ല. എവിടേക്കാണ് നമ്മളെ നാട് പോകുന്നത്? അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ രണ്ടാമതായി നാം തിരുത്തേണ്ട കാഴ്ചപ്പാട് ഉപദേശങ്ങളെ കൊച്ചാക്കി പറയുന്ന, അത് തള്ളവൈബാണ്, തന്തവൈബാണ്, അമ്മാവൻ സിൻഡ്രമാണ്, സദാചാര പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന വാചക ശകലങ്ങൾ വീടകങ്ങളിൽ നിന്നുയരുമ്പോ അവിടെ ഒരു രക്ഷിതാവുണ്ടെങ്കിൽ പറയണം, മോനെ ഇങ്ങനെ കളിയാക്കാൻ പറ്റിയ വാചകമല്ല അത് എന്ന്. അത് നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷയുടെ സുരക്ഷാ കവചങ്ങളെയാണ് കൊത്തിയറുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവബോധം നമുക്കെല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ്. എന്തിനധികം പെൺകുട്ടികൾ വരെ ഇന്ന് നടുറോട്ടിൽ അടിയുണ്ടാക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യൂണിഫോം ഇട്ട് +2 പഠിക്കുന്ന കുട്ടികൾ 10-100 കുട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഗ്യാങ് ആയിട്ടും അങ്ങാടിയിൽ നിന്നുകൊണ്ട് പരസ്പരം തല്ലുക. എന്നിട്ട് ആൺകുട്ടികൾ അതിങ്ങനെ റീൽസാക്കി അത് പകർത്തുക. എന്നിട്ട് ഈ കുട്ടികൾ തന്നെ അത് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അങ്ങ് യൂറോപ്പിലോ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള കാര്യമല്ല പറയുന്നത്, നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങളിലാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ച് നോക്കി. പെൺകുട്ടികൾക്കാണ് ഒരു ഉളുപ്പുമില്ലാത്തൊരവസ്ഥ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് അല്പം വേദന നിങ്ങൾക്ക് തോന്നുമെങ്കിലും എൻ്റെ സഹോദരിമാർ എന്നോട് ക്ഷമിക്കണം. ഇത് കണ്ടിട്ടുള്ള വിഷമം കൊണ്ട് പറയാണ് സുഹൃത്തുക്കളെ. എന്തിനധികം ഞങ്ങളൊക്കെ അധ്യാപകരാണ്, ഞങ്ങളൊക്കെ ഒന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് പെൺകുട്ടികളാണ് സ്റ്റാഫ് റൂമിൽ വന്നിട്ട്, മാഷെ ആ സെക്കൻഡ് എനിക്കൊരു എഴുത്ത് തന്നു, എന്നെ ശല്യപ്പെടുത്തുകയാണ്, ഞാൻ പോകുമ്പോൾ എൻ്റെ വഴിയിൽ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പെൺകുട്ടികൾ വന്ന് പറയാണ്, ആൺകുട്ടികൾ വന്ന് പറയാണ്, ഇന്ന പെൺകുട്ടി എനിക്ക് എഴുത്ത് തന്നു, ഞാനത് തിരിച്ചു കൊടുത്തു, പക്ഷെ അവൾ വീണ്ടും തന്നിരിക്കുന്നു, ഇപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണതിന് മറുപടി ഞാൻ എന്താ സർ ചെയ്യുക? ഇതേതെങ്കിലും ഡിഗ്രിക്ക് പഠിക്കുന്നവരോ +2 പഠിക്കുന്നവരോ വിവരമല്ല ഞാൻ പറയണത്. 7ലും 8ലും പഠിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയാണത്. ആൺകുട്ടികൾ പൊട്ടിക്കരഞ്ഞ് അടുത്തു വന്ന് സംസാരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ പറയാൻ കഴിയണില്ല, ഇവിടെ പറയാൻ കഴിയണില്ല, ആരോട് പറയും? ഇനി ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയ ഞാൻ എന്താ ചെയ്യുക? നമ്മുടെ പെൺകുട്ടികൾ എങ്ങോട്ട് പോകുന്നുവെന്ന് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കണം. എവിടെയെങ്കിലും ഒരു മ്യൂസിക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് കാതോർത്ത് നടക്കുകയാണ് പല പെൺകുട്ടികളും. എന്തിന്? തുള്ളാൻ. അത് അങ്ങാടിയായിരുന്നാലും ബസ് സ്റ്റാൻഡായിരുന്നാലും അത് വാഹനമായിരുന്നാലും എവിടെയായിരുന്നാലും ഒരു മ്യൂസിക്കിന്റെ താളം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ പാകത്തിൽ നമ്മുടെ കുട്ടികളുടെ മെയ്വഴക്കമുണ്ടാകുന്നത് എങ്ങനെയാണ്? അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? എവിടെയാണ് അവർ നൃത്യങ്ങൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്? അതാരും കാണുന്നില്ലല്ലോ. പക്ഷെ ഇങ്ങനത്തെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ എത്രയോ ദിവസങ്ങളായി ഇത് പരിശീലിച്ച ഒരു കുട്ടി ഡാൻസ് ചെയ്യുന്നത് പോലെ ആ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ബോധപൂർവം സംവിധാനങ്ങളും അവസരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൺപെൺ അതിർത്തികൾ ഇന്ന് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ലജ്ജ ഊരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലജ്ജ ഊരിയെടുക്കാൻ വേണ്ടി പ്രത്യേകമായ നൈറ്റ് ക്യാമ്പുകൾ ഇന്ന് പല രീതിയിൽ പലതിൻ്റെ പേരിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. NSSന്റെ ക്യാമ്പ് നല്ല ക്യാമ്പാണ്. പക്ഷെ ആ ക്യാമ്പ് പോയി ഇന്ന് രാത്രി ഇങ്ങനെയുള്ള
കാര്യങ്ങൾക്ക് DJ പാർട്ടികൾക്ക് വൻ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അത് കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നൈറ്റ് ക്ലബ്ബുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ലൈഫുകൾ ഇനി കേരളത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാവണമെന്നും അതിനുവേണ്ടി ഓരോ തദ്ദേശീയ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് വകയിരുത്തുകയും ചെയ്യുന്ന ഒന്നിലധികം സംഭവങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ടായി. മലപ്പുറം അങ്ങാടിയിൽ ഒരു നൈറ്റ് ലൈഫ് വേണം, കൊണ്ടോട്ടിയിൽ നൈറ്റ് ലൈഫ് വേണം എന്ന് പറയുക മാത്രമല്ല, അതിന് ഫണ്ട് വകയിരുത്തുകയും വിമർശനങ്ങൾ വന്നപ്പോൾ അത് ഫ്രീസ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അരീക്കോട് അത് വേണം എന്ന് ഇവിടെയുള്ള അധികൃതർ തീരുമാനിക്കുന്ന കാലം അതിവിദൂരമല്ല. അതേ അഴിഞ്ഞാടുവാൻ ഒരു പ്രത്യേക സ്ഥലം MLA-മാരും മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാവരും വന്നുകൊണ്ട് ആശീർവാദം നടത്തി, ഇതാ നിങ്ങൾ രാത്രി ഇവിടെ നിങ്ങൾക്ക് തോന്നിയത് ചെയ്തുകൊള്ളൂ എന്നും പറഞ്ഞ് അത് ഉദ്ഘാടനം ചെയ്ത് ഇറങ്ങിച്ചെല്ലുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് കയറുന്ന സമയത്തായിരിക്കും തൻ്റെ ഈ പ്രായത്തിലുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ബൈക്കും സ്റ്റാർട്ടാക്കി ഇങ്ങോട്ട് വരുന്നത്. എവിടേക്കാ പോകുന്നത് മോനെ? നിങ്ങളിപ്പോൾ ഉദ്ഘാടനം ചെയ്ത് വന്ന ആ നൈറ്റ് ക്ലബ് ഉണ്ടല്ലോ, നൈറ്റ് ലൈഫ്, അവിടേക്ക് ഞാൻ പോവുകയാണ്. ഈ അവൾക്ക് പോകാൻ പാടില്ല. എങ്ങനെ പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റുക? കഴിയില്ല. പിന്നെ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? യൂറോപ്പിൽ ഇത് ഒരു പുത്തരിയല്ല. അവിടെ നൈറ്റ് ലൈഫുകൾ വന്നു. ആ നൈറ്റ് ലൈഫുകൾ വന്ന് അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച് അവർ യൂട്ടേൺ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ കടിച്ച് ചവച്ച് തുപ്പിയ ആ കരിമ്പിൻ ചണ്ടി, ആ ലിബറലിസത്തിന്റെ കരിമ്പിൻ ചണ്ടി നമ്മൾ ഓരോരുത്തരും വായിലേക്ക് എടുത്തു വച്ചിരിക്കുന്നത്. അവർ ഛർദ്ദിച്ചത് വാരിയെടുത്തുകൊണ്ട് നമ്മൾ അണ്ണാക്കിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, ഈ ഫാമിലി കോൺഫറൻസ് ഇത്തരം അബദ്ധസഞ്ചാരങ്ങൾക്ക് എതിരെയുള്ള തിരിഞ്ഞു നടത്തമായി മാറണമെന്നാണ് ആ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ്. ലജ്ജ പോയാൽ പിന്നെ ഈമാൻ നഷ്ടപ്പെടാൻ അധിക സമയം വേണ്ട. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത എന്നാണ്. ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ തോന്നിയത് ചെയ്തോളി. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ്. ഈ ലജ്ജ ഇല്ലാത്തൊരു സ്വഭാവം നമ്മുടെ വീടുകളിൽ വരുന്നു. അതിനെ നമ്മൾ തിരിച്ചു പിടിക്കണം, അതിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണണം. അടുത്തൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബത്തെ നമ്മളായിട്ട് പ്രതിസന്ധിയുടെ കയത്തിൽ ഇറക്കി വെക്കരുത്. എല്ലാ കുടുംബത്തിലും ഓരോ മെമ്പറോടുമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുടുംബത്തെ പ്രതിസന്ധിയിൽ ഇറക്കി വെക്കാൻ നമ്മൾ ഒരിക്കലും കാരണമാകരുത്. അതിന് പല സാഹചര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. ഒരു ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ റഷീദ് കുട്ടമ്പൂരിൻ്റെ സംസാരത്തിൽ അതിൻ്റെ ഒരു ഭാഗം വന്നു കഴിഞ്ഞു. ഇന്ന് ബിസിനസ് എന്ന് പേരിട്ടുകൊണ്ട് പല ആളുകളും ഷെയർ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ ഷെയർ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഷെയർ വാങ്ങി ഏതാ ബിസിനസ് എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ രൂപമൊന്നും അവർക്ക് പറയാൻ കഴിയില്ല. അത് അവിടെ ബിസിനസ് ഉണ്ട്, ഇവിടെ ബിസിനസ് ഉണ്ട്, അത് അങ്ങനെ ലാഭം കിട്ടും, ഇങ്ങനെ ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആരടുത്താണ് കാശുള്ളത് നോക്കി നടക്കുകയാണ്. എന്നിട്ട് ആ കാശ് കൈവശപ്പെടുത്തി മുന്നോട്ട് പോകുന്നൊരവസ്ഥ. 10 ലക്ഷം ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആദ്യം കൃത്യമായി ലാഭം എന്ന് പറഞ്ഞ് 10,000 അല്ലെങ്കിൽ 25,000 അല്ലെങ്കിൽ 5,000 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത്, അയാൾ വളരെ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, പറഞ്ഞ പോലെ ലാഭം തരുന്നുണ്ട് എന്ന് പറയും. എന്നിട്ടോ അങ്ങനെ ഏകദേശം ഒരു 5 ലക്ഷം രൂപ എത്രയോ മാസങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടും. അപ്പോഴേക്ക് നമ്മൾ ഒരുപാട് ആളുകളോട് ഈ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. നമ്മെ വിശ്വസിച്ച് നമ്മുടെ കെയർ ഓഫിൽ തന്നെ കോടികൾ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞതാണെന്ത്, ഞാനതിൽ ചേർന്നതാണ്, എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരൊറ്റ വാക്ക് വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നെ നമുക്ക് നമ്മുടെ ലാഭം കിട്ടൽ നിന്നു. പിന്നെ ചോദിക്കുമ്പോൾ മറുപടിയില്ല. നമ്മൾ യഥാർത്ഥത്തിൽ പറ്റിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ 10 ലക്ഷം കൊടുത്തത് പല സന്ദർഭങ്ങളിലായിട്ട് നമുക്കൊരു 5 ലക്ഷം തിരിച്ചു തന്ന് ബാക്കി 5 ലക്ഷം അയാൾക്ക് കിട്ടിയില്ലേ? ഈ നമ്മുടെ കെയർ ഓഫ് കിട്ടിയ കോടിക്കണക്കിന് രൂപയും കിട്ടിയില്ലേ? ഇത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി പല ആളുകൾക്കും, വലിയ ബുദ്ധി ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് വരെ ഇല്ലാതെയായി പോകുമെന്ന് പറഞ്ഞാൽ എത്ര കഷ്ടമാണ് നമ്മുടെ കാര്യം. എന്നിട്ട് ഇങ്ങനെ ഓരോ കുടുംബത്തിൽ ചില ആളുകൾ ഇങ്ങനത്തെ പ്രതിസന്ധി ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അവർ പിന്നെ കൈമലർത്തും. എന്നിട്ട് മറ്റു കുടുംബങ്ങളും, ജ്യേഷ്ഠനും അനുജനും വാപ്പിയും ഉമ്മി അമ്മാവനും എല്ലാവരും പാടെ കൂടി അത് പരിഹരിക്കാൻ വേണ്ടി നോക്കുകയാണ്. അവർ പരിഹരിക്കാൻ ഇറങ്ങിയാൽ അത് പരിഹരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം കൃത്യമായി ഇവരോട് കൃത്യമായി കാര്യം തുറന്നു പറയില്ല. എത്രയാണ് നിനക്ക് ബാധ്യത ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു കോടി ഉണ്ടാവും.
1 കോടിയല്ല, ചിലപ്പോൾ 10 കോടി ഉണ്ടാവും. അതിലേക്ക് കടക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് ഈ ഫാമിലി മൊത്തം ഈ ഒരൊറ്റ പ്രശ്നത്തിൽ പ്രയാസമാകുക. കുട്ടിയെ കെട്ടിക്കാൻ വെച്ച കാശ്, ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ച കാശ്, കച്ചവടത്തിന് വേണ്ടി വെച്ച കാശ്, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വെച്ച കാശ്, ഇതൊക്കെ എടുത്ത് ഒരു കുടുംബത്തിനെ മാത്രമല്ല ഒരു തറവാടിനെ മുഴുവൻ അസ്ഥിരപ്പെടുത്തുമാറ് നിലപാടിലേക്ക് പോകുന്ന ചില ആളുകൾ. സഹോദരങ്ങളെ, തിരിച്ചു നടക്കണം. അത്തരം അവസ്ഥകൾ നമ്മൾ ഗൗരവപൂർവ്വം കാണുക തന്നെ വേണം. എനിക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിൽ വിഷയം മനസ്സിലാക്കേണ്ടത്, കൊക്കിലൊതുങ്ങുന്നതേ നമ്മൾ കൊത്താവും. നമ്മുടെ കയ്യിൽ ഉള്ള കാശ് അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ബിസിനസ്സിൽ പങ്കെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിലുള്ള ചതി തിരിച്ചറിയണം, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ. മറ്റൊന്ന്, കൃത്യമായി കരാർ ഉണ്ടാക്കിക്കൊണ്ടല്ലാതെ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടക്കരുത്. അത് കൃത്യമായി രേഖ ഒപ്പിട്ട്, ഇത് വായ്പയാണോ കടമാണോ അതോ ഷെയറാണോ എന്താണ് എന്ന് കൃത്യമായി ഒപ്പിട്ട് കരാർ പത്രം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ബിസിനസ്സുകളിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇസ്ലാമിക നിയമങ്ങൾ, ഇതിലുള്ള നിയമങ്ങളൊന്നും തെറ്റാതെ ആയിരിക്കണം ആ കാര്യങ്ങൾ മുഴുവനും നിർവഹിക്കേണ്ടത്. കടം വാങ്ങുന്നതിൻ്റെ ഗൗരവം ഇനിയും സമൂഹത്തിൽ നമ്മൾ ഗൗരവപൂർവ്വം ഉണർത്തേണ്ടതുണ്ട്. അതോടൊപ്പം ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ എന്തെങ്കിലും കുറേ ആളുകളേക്കൊന്ന് കാശ് വാങ്ങി അമ്മാനം വാടി അതിൻ്റെ ബ്രോക്കറായി അങ്ങനെ ജീവിക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, എന്താ നിങ്ങൾ പറയണത് മൗലവി, നിങ്ങൾക്ക് ഇവിടുത്തെ കഥ അറിയോ? ഇപ്പം ഞാനോട് കയറി വരുമ്പോൾ ഒരാൾ പരിചയപ്പെട്ടു. ഞാൻ മുമ്പ് ഞങ്ങൾ വിദേശത്തു നിന്ന് കണ്ടതാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇപ്പം ഞാൻ നാട്ടിലാണ്, അവിടുന്ന് നിർത്തിപ്പോന്നു. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പരിപാടി ആയോ എന്ന് ചോദിച്ചു. ഇല്ല, അപ്പോൾ ഒരു തൊഴിലും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വിഷയം? ഇവിടെ ഒരു ജോലി എടുക്കാൻ കഴിയണില്ല എന്നുള്ളതാണ്. ചില ആളുകൾ എക്സിറ്റ് അടിച്ച് വന്നിട്ട് നാട്ടിൽ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ചോദിക്കുമ്പോൾ പറയും ഞാൻ തിരിച്ചു പോവുകയാണ്. കാരണം ഇവിടെ ഒന്നും നടക്കണില്ല. ശരിയാണ്, അതൊരു വസ്തുതയാണ്. ചില ആളുകൾ പറയണത് എന്താ വെച്ചാൽ, ഞാൻ വന്നിട്ട് ഞാൻ ഇന്നൊരു ബിസിനസ് തുടങ്ങി, നാട്ടിലൊരു കട തുടങ്ങി, അല്ലെങ്കിൽ ഇന്ന കാര്യം തുടങ്ങി, അത് കുറച്ച് ദിവസമൊക്കെ മുന്നോട്ട് പോയി, പിന്നെ ഇറക്കിയ കാശന്നെ കിട്ടിയില്ല, പിന്നെ അത് അവസാനം ഒഴിവാക്കി. ഈ ഒരു പ്രശ്നം, ഇതിനൊരു പരിഹാരം നമുക്ക് കാണണം. അതിനെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ചെറുകിട രീതിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി പിന്നെ കച്ചവടത്തിലേക്കും ബിസിനസ്സിലേക്കും വരുന്ന നമ്മുടെ ധാരാളം ആളുകളുണ്ട്. അവർ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലായിരിക്കും ചെറിയ കടകളായി, പെട്ടിക്കടകളായി, അല്ലെങ്കിൽ പലചരക്ക് കടകളായി, അല്ലെങ്കിൽ ചെറിയ ഹോട്ടലുകളായി, അങ്ങനെ തട്ടുകടകളായി ഒക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ട്, ചെറുകിട സംരംഭങ്ങൾ. ഇവരെ നമ്മൾ പരിഗണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന് വലിയ വലിയ മാളുകളും സംവിധാനങ്ങളും വന്നതോടുകൂടി നമ്മുടെ പർച്ചേസിങ് കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റണം. അങ്ങോട്ട് മാറുന്നതോടുകൂടി നമ്മുടെ അയൽപ്പക്കത്തുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി, ഇവിടെ നല്ല മര്യാദക്ക് നടത്തുന്ന ഒരു പലചരക്ക് കട ഉണ്ടാവും, അയാൾക്കൊരു ബിസിനസ്സും നടക്കാതെ പോവുകയാണ്. അയാളുടെ മുമ്പിലൂടെയാണ് നമ്മൾ വേറെ അങ്ങാടിയിൽ നിന്ന് എവിടുന്നോ സാധനവുമായി അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ നമ്മൾ നടന്നു പോകുന്നത്. ഈ മനുഷ്യനിവിടെ ഈച്ചനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഒരാളും ഇങ്ങോട്ട് കയറുന്നുണ്ടാവില്ല. സഹോദരങ്ങളെ, നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ മുമ്പിലുള്ള, നമ്മുടെ അയൽപ്പക്കത്തുള്ള, നമ്മുടെ നാട്ടിലുള്ള കച്ചവടങ്ങളിലും കടകളും ഒക്കെ, അതിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി ആ ആളുകൾ കൂടി ജീവിച്ചു പോകട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഫാമിലി കോൺഫറൻസിൻ്റെ ഒരു തിരിച്ചറിവായി തന്നെ അത് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഇപ്പം ഇന്നലെ ഞാനൊരു ട്രെയിൻ യാത്ര നടത്തി. അപ്പോൾ ഒരാൾ വന്നിട്ട് 4 തോർത്ത് 120 രൂപയുള്ളൂ എന്ന് പറഞ്ഞു. വലിയ തോർത്താണ്. അയാൾ ഈ കൈത്തറിയുള്ള സ്ഥലത്ത് നിന്ന് നേരിട്ട് കൊണ്ടുവരികയാണ്. എനിക്ക് വീട്ടിൽ തോർത്തിൻ്റെ കുറവൊന്നുമില്ല, പക്ഷെ ഞാൻ ആ 4 എണ്ണം ഒന്ന് വാങ്ങി. കാരണം അതേ തോർത്ത് ഒറ്റ ഒന്ന് കിട്ടണമെങ്കിൽ ടെക്സ്റ്റൈൽസിൽ എത്ര രൂപ കൊടുക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിന് 4 എണ്ണം കിട്ടുക. ആ മനുഷ്യൻ ജീവിച്ചു പോയിക്കോട്ടെ. ഞാൻ പറയുന്നത്, നമുക്ക് ഏതായാലും സാധനം വാങ്ങണമല്ലോ, അതിങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കൂടി വാങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ കുറേ മനുഷ്യന്മാർ നാട്ടിൽ ജീവിച്ചു പോകും. അവർ രണ്ടാമത് ഗൾഫിക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ല. അവരിറക്കിയ കാശ് വഴിയാധാരാകേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്നാണ്. വലിയ കടകളിൽ പോകാൻ പാടില്ല എന്നോ മാളുകളിൽ പോകാൻ പാടില്ല എന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞ അർത്ഥം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ അവിടേക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ ലിബറൽ ചിന്തകൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന വഴിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് ചെറുക്കാൻ തയ്യാറാകണം. അത് വരുന്ന കുറേ വഴിയുണ്ട്. ഒരൊറ്റ വഴി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന് പുറത്തുനിന്ന് വരുന്നുണ്ട്, ഒരു ഭാഗത്തുനിന്ന് ലിബറലിസം, അതോടൊപ്പം സമുദായത്തിൻ്റെ അകത്തുനിന്നും വരുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ കേൾക്കണത് എന്താ?
ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പുതിയ കാലത്തിനൊന്നും പ്രസക്തമല്ല, അതൊക്കെ 6-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ്, അതുകൊണ്ട് അതൊന്നും ഈ ആധുനിക ലോകത്ത് യോജിക്കുന്നതല്ല എന്നാണ് പുറത്തുനിന്ന് വരുന്ന വിമർശനം. എന്നാൽ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഹദീസുകളുടെ കൂട്ടത്തിൽ നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നതും യോജിക്കാത്തതും ഉണ്ട്. അപ്പോൾ നമ്മളെ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇത് സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ലിബറലിസത്തിൻ്റെ വേറൊരു രൂപമാണ്. ഇത് ശരിക്ക് ഒരു ലിബറലുകളും ഇവരും തമ്മിൽ ഒരു തുരങ്ക സൗഹൃദമുണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വലിയ ഭിത്തി, ആ ഭിത്തിയുടെ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ദ്വാരം ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതേ ദിശയിൽ തന്നെ മറുഭാഗത്തു നിന്ന് ഒരാൾ ഇങ്ങോട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ഒരു തുരങ്കം അവിടെ യാഥാർത്ഥ്യമാകും. ഇതുപോലെ മതത്തിൻ്റെ പുറത്ത് നിന്ന് ഖുർആൻ കാലികമല്ല എന്നൊരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ഈ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഹദീസ് എടുക്കണ്ട, ഈ ഹദീസ് എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രത്യേക ന്യായം, അതിൻ്റെ ബുദ്ധിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഇവിടുന്നൊരു അതിന് വളം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ദ്വാരം കൂടി ഒരുമിച്ച് വരുമ്പോൾ മതനിഷേധത്തിലേക്കാണ് മനുഷ്യന്മാരെത്തുക. പല വീടുകളിലും ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് അരീക്കോട് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ്, പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക പ്രമാണങ്ങളെ പല രീതിയിൽ തള്ളാനുള്ള കിളിവാതിലുകൾ, ജനലുകൾ, വാതിലുകൾ തുറന്നു വെച്ച് കൊടുത്താൽ ആ വഴിയിലൂടെ പലതും വരും. ഒരു വാതിൽ നമ്മൾ തുറന്നു വെച്ചാൽ അത് മനുഷ്യന് കയറാനുണ്ടാക്കിയ വാതിലാണെങ്കിലും അതിലെ തന്നെയാണ് പൂച്ച വരിക, അതിലെ തന്നെയാണ് എലി വരിക, അതിലെ തന്നെയാണ് മൂർഖം പാമ്പ് വരിക, പലതും അതിലൂടെ വരും. സഹോദരങ്ങളെ, ഇതിലൂടെയാണ് ഈ ലിബറലിസം കടന്നു വരിക. അപ്പോൾ ആ മതനിരാസത്തിലേക്ക് ആളുകളെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ലിബറലിസം വരുന്ന ഒരു വഴിയാണെന്ത്, ഈ ഇസ്ലാമിക പ്രമാണങ്ങൾ ഈ രീതിയിൽ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്ന ഒരു സമീപനം. അതൊരിക്കലും തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മുൻഗാമികൾ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമികളായ പണ്ഡിതന്മാർ, അവർ പ്രമാണബദ്ധമായി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ വിശ്വസിക്കാനും അതിൻ്റെ വക്താക്കളായി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മുൻഗാമികൾ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആകട്ടെ, KP മുഹമ്മദ് മൗലവി ആകട്ടെ, ഉമർ മൗലവി ആകട്ടെ, അമാനി മൗലവി ആകട്ടെ, ഇവരുടെയൊക്കെ ഫോട്ടോവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ആവശ്യമാണ്, പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമാണ്. എന്നാൽ അവർ പ്രാമാണികമായി ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിൽ അൽമനാറിലും ശബാബിലും അതുപോലെ ബന്ധപ്പെട്ട താളുകളിലുമൊക്കെ എഴുതി പഠിപ്പിച്ച, അതുപോലെ തന്നെ തഫ്സീറുകളിൽ പഠിപ്പിച്ച ആ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അവരൊക്കെ സുന്യാളായിരുന്ന കാലത്ത് എഴുതിയതാണ്, അവരൊക്കെ മുസ്ലിയാക്കന്മാരാകുന്ന കാലത്ത് എഴുതിയതാണ്, അതൊന്നും നമ്മൾ സ്വീകരിക്കണ്ട. എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം അങ്ങനെയുള്ള ആളുകൾക്ക് അവകാശപ്പെടാൻ കഴിയുക? ഇതെനിക്ക് ഞാൻ പറയുന്ന അത്തരം ആളുകൾ അത് ഗൗരവപൂർവ്വം ചിന്തിക്കണം എന്നുള്ളതാണ്. ഈ വാക്ക് എത്ര ഗുരുതരമാണ് വിഷയം. ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരായി നമുക്ക് നേതൃത്വം കൊടുത്തിരുന്ന KM മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിൽ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയ ഭാഗങ്ങൾ അത് പണ്ട് മുസ്ലിയാക്കന്മാരായിരുന്ന കാലത്ത് എഴുതിയതാണ് എന്ന് പറയുന്നൊരവസ്ഥ. അത് പറയുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇനി നാവിൽ വന്ന ഒരു സ്ഖലിതമായി നമ്മൾ വിചാരിക്കുക. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അത് ഉത്തരവാദപ്പെട്ട ആളുകൾ അത് തിരുത്തണ്ടേ, അത് ശരിയല്ല എന്ന് പറയണ്ടേ. എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഈ പ്രസംഗിക്കുന്നത് വരെ അത് തിരുത്തിയതായിട്ടാവും നമ്മൾ കണ്ടിട്ടില്ല. അത് ചോദ്യം ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു പ്രോഗ്രാമിൽ, ആദർശ സമ്മേളനത്തിൽ ആ വിഷയം നമ്മൾ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. അതിൻ്റെ ആ പ്രസംഗം അടക്കമിട്ടുകൊണ്ട്, അതെന്തിനാ വെച്ച് ആരെയും ആക്ഷേപിക്കാനൊന്നുമല്ല, ഇതെല്ലാവരും ശ്രദ്ധയിലേക്ക് വരാനും അത് ചിന്തിക്കാനും മാറാനും വേണ്ടിയാണ്. പക്ഷേ ഇതുവരെ അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഞങ്ങളടുത്താണ്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരെ ഫോട്ടോ വെച്ചതുകൊണ്ട് പാരമ്പര്യം കയ്യിലാവില്ല, അവരാദർശം അനുസരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ശരിയായ സലഫി മാർഗത്തിലൂടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇന്ന് പാരമ്പര്യവാദമായി ഇതിനെയൊക്കെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കണം. സലഫു സാലിഹ്യങ്ങളുടെ മാർഗം അവലംബിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ സമസ്തക്കാർ പറയുന്ന പാരമ്പര്യവാദം അനുസരിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല.
സമസ്തക്കാരുടെ പാരമ്പര്യവാദം വേറെ ഒന്നാണ്. സലഫുകളുടെ മാർഗമെന്ന് പറയുന്നത് പ്രവാചകനും സഹാബത്തും എങ്ങനെയാണോ കാര്യങ്ങളെ സ്വീകരിച്ചാചരിച്ചത് അതുപോലെ സ്വീകരിക്കുന്നത്. ഇത് രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഇവിടെ നടക്കുമ്പോൾ ഈ വിഷയത്തിലുള്ള ആദർശ ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. 23-ാം തീയതി പരപ്പനങ്ങാടിയിൽ ഈ വിഷയത്തിൽ ഖണ്ഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ സമാനമായ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ട് പഠിച്ച് ഈ വേർതിരിവ് മനസ്സിലാക്കി ശരിയായ അഖീദയിലൂടെ മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം പുതിയ തലമുറയെ നമ്മൾ ദീന് പഠിപ്പിക്കുക എന്നതാണ്. അതിന് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ ഇല്ലാത്തിടത്ത് മദ്രസ ഉണ്ടാക്കണം, ഉള്ള മദ്രസകൾ ശാക്തീകരിക്കണം. നമ്മൾ ഈ അരീക്കോട് എന്ന് പറയുന്നത് മുക്കം പരിസരത്തുള്ള പ്രദേശമാണ്. മുക്കത്ത് ഗ്രീൻ വാലി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ അൽഹംദുലില്ലാ ഇന്ന് CBSE സിലബസ് അനുസരിച്ച് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായി കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം, ഗ്രീൻ ഹോം എന്ന പേരിൽ നമ്മൾ ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടി അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയും, ഹദീസ് പഠിക്കാൻ കഴിയും, ഇസ്ലാമികമായ തർബിയത്ത് അവർക്ക് കിട്ടും. അതോടൊപ്പം CBSE സിലബസ് അനുസരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കോഴ്സും പൂർത്തീകരിക്കാൻ കഴിയുന്ന ധാർമ്മിക ചിട്ടയുള്ള ഒരു സ്ഥാപനമായി അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ വാഹനം നമ്മുടെ ഈ അരീക്കോട് ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മക്കളെ ആ സ്ഥാപനത്തിൽ ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാലയങ്ങളിൽ നിന്നും നമുക്കൊരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള സംസ്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിയായ സംസ്കാരത്തോടുകൂടി മതപരമായ പരിസരവും അതോടൊപ്പം തന്നെ ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച നമ്മുടെ ഒരു സ്ഥാപനം തന്നെ ഒരു വെളിപ്പാടകലെ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ പരിഗണിക്കണം. നമ്മുടെ മക്കളെ ആ സ്ഥാപനങ്ങളിൽ ചേർക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ആ കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ചിന്തയും പഠനവും തന്നെയാണ് എല്ലാത്തിനുള്ള പരിഹാരം. ഈ ഡിസംബർ 1 മുതൽ 30 വരെ നമ്മുടെ നേർപ്പദത്തിൻ്റെ പ്രചാരണ മാസമാണ്. ആ നേർപ്പദം ആദർശപരമായ ചർച്ചകൾ കൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് എല്ലാവരും ആ പ്രചാരണ മാസം വരുമ്പോൾ അതിൻ്റെ വരിക്കാരായി അത് വായിച്ച് അതിൻ്റെ കിസ് മത്സരങ്ങളൊക്കെ ഇന്ന് സ്ത്രീകൾക്കിടയിൽ വലിയ ആവേശത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടരണമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പടച്ച തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇപ്പം നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ഇവിടെ ഒരു മഴ പെയ്തു എന്ന മനസ്സ് തന്നെ നമ്മൾ മാറ്റി നിർത്തി നമ്മുടെ ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം ശ്രദ്ധയോടുകൂടി എല്ലാവരും ശ്രവിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ചെലവ് നമുക്കറിയാം. നമ്മുടെ ഫാമിലി കോൺഫറൻസുകളുടെ ചെലവ് വലിയ ബാധ്യത വരാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറച്ച് കാശൊക്കെ അതിന് മുമ്പ് നമ്മൾ കളക്ട് ചെയ്യും. ബാക്കി കുറച്ച് കാശ് അവിടെ വരുന്ന ആളുകളുടെ മുമ്പിൽ ഒരു ബോക്സ് വിട്ടാൽ അതിൽ നിന്ന് കിട്ടുമെന്നാണ് നമ്മുടെ കണക്ക് കൂട്ടൽ. അങ്ങനെയാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. പലതുള്ളി പെരുവെള്ളമായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പൂർത്തീകരിക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു ബോക്സ് വരും. ആ ബോക്സിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ നിങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കണം. മൊത്തം ഈ സൗകര്യങ്ങൾ ഒരുക്കാൻ ഏകദേശം എത്ര ചിലവുണ്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് നല്ലൊരു വിഹിതം നമ്മൾ ഓരോരുത്തരും നൽകിയാൽ സംഘാടകർക്ക് ഇത് കണക്ക് കൂട്ടുന്ന സമയത്ത് അത് ബാധ്യത വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഒരുപാട് പ്രബോധന പ്രവർത്തനം നമ്മളെ കാത്തിരിക്കുകയാണ്. ഓരോന്നിൻ്റെയും ബാധ്യത അവിടെ വെച്ചുകൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നുമായി മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാവരും ആത്മാർത്ഥമായി ആ നിലയ്ക്ക് ഇതിൽ സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്